അങ്ങനെയൊക്കെ പറയും. ചില വീടുകളിൽ കേന്ദ്രീകരിച്ച് അവിടെ പ്രേതം ഉണ്ടെന്നും ഇതൊക്കെ ഉണ്ടോ? ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രിയുണ്ട്. ഇതിനെ വൈറ്റ് മാജിക് എന്ന് പറയാമോ? ഈ ഒരു എനർജി വരുമ്പോൾ ഒരു സ്വഭാവം തന്നെ മാറും. ഒരു 50-60 വയസ്സ് വരെയുള്ള ഒരു മുത്തശ്ശി എന്ന രീതിയിലേക്ക് സ്വഭാവം മാറുന്നു. അടിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ളൊരു എല്ലാം അടിക്കുന്നത് ശരിക്കും ആക്ച്വലി ഒരു ശരീരത്തിൽ അടിക്കേണ്ട കാര്യമില്ല, അത് എനർജി ബോഡിയിലാണ് അടിക്കുന്നത്. ഒരാളുടെ ദുരിതമായിരിക്കുമല്ലോ തലക്കുഴിച്ചടിക്കുന്നത്. ഈ ബലിയാന്നല്ല അതാണ്. ഇത് നമ്മൾ ബോധിധർമ്മ സൂത്ര, ബോധിധർമ്മനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇപ്പോൾ മഹാദേവ ഖണ്ഡം പറഞ്ഞാൽ ആ ഊർജ്ജത്തെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരികയാണ്. പിന്നെന്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പഞ്ചഭൂതങ്ങൾ അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം, ഈ തത്വങ്ങളെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. നമസ്കാരം, അമേസിംഗ് റേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മറ്റാരുമല്ല, ഷാജി ഭാസ്കർ സാർ തന്നെയാണ്. ഇതൊരു മറ്റൊരു തലത്തിലേക്കുള്ള ഒരു യാത്രയാണ്. യാത്രയിൽ നിങ്ങളും ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം സാർ. സായിറാം. ഇതിൽ ഞാൻ എപ്പോഴും എനിക്കൊരു ചില സംശയങ്ങളുണ്ട്. ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഈ ആഭിചാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, മന്ത്രവാദത്തിനെ പറയുന്നുണ്ട്, പ്രേതം ആവാഹിച്ച് കയറുന്നതും പ്രേതം കൂടുന്നതും അവരെ ആവാഹിച്ച് ഇറക്കുന്നതും അങ്ങനെയൊക്കെ പറയും. ചില വീടുകളിൽ കേന്ദ്രീകരിച്ച് അവിടെ പ്രേതം ഉണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ശല്യമാണ് എന്നൊക്കെ പറയുന്ന. പക്ഷേ ഞാനിതൊന്നും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എന്തോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ ഉണ്ട്, അല്ലാതെ ഇത്രയും ആളുകൾ ഇങ്ങനെ പറയില്ലല്ലോ. എന്നൊരു വിശ്വാസം എന്നിൽ ഉണ്ടെങ്കിലും ഒരു സംശയമുണ്ട്, ഇതൊക്കെ ഉണ്ടോ? ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വതവേ പോസിറ്റീവ് പറഞ്ഞാൽ എന്താണ്? നല്ലത്, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ചിന്തകൾ. അതേപോലെ ഒരാൾ നന്നാവുമ്പോൾ അത് കാണുമ്പോൾ അയ്യോ അവൻ്റെ ഉയർച്ച കണ്ടില്ലേ, എന്നെക്കൊണ്ട് ആവാൻ പറ്റില്ല, എന്നാൽ പിന്നെ അവനെ നശിപ്പിക്കാം. ചിലവർ അങ്ങനെയുള്ളൊരു ക്യാരക്ടറുണ്ട്. വേറെ ആളുടെ ദുഃഖം കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് എന്നതിനെ പറയാം നമുക്ക്. വെറുതെ ഒരു വേർഡ് ബ്ലാക്ക് മാജിക്, അല്ലെങ്കിൽ പല വേർഡുകളുണ്ട്, കൂടോത്രം, അങ്ങനെ പല പല വേർഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിയിൽ തന്നെയുള്ളതാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് പോലെ നമ്മൾ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ആ നെഗറ്റീവ് വൈബ് നമ്മൾ എന്തായാലും ഉറപ്പാണ് തിരിച്ചു വരുന്നത്. നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഏത് എടുക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഇത് നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവിൽ പോകുമ്പോൾ അത് ശാശ്വതമായിട്ട് പോവുക, റിസൾട്ട് കുറച്ച് സ്ലോ ആയിരിക്കും. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ബാധാദോഷമുണ്ട്, ഒരു പ്രേതം കൂടി, ഇപ്പം പറയുന്നവർ ആ സമയത്ത് നടന്നു, ഇല്ലെങ്കിൽ പോയപ്പോൾ ആ എനർജി ഉള്ള സ്ഥലത്ത് പോയപ്പോൾ ആ എനർജി കയറി നമ്മുടെ മാനസിക തലം താഴോട്ട് പോയതുകൊണ്ട് അത് നമ്മളിൽ കീഴ്പ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം. അപ്പോൾ അതായിട്ട് പിന്നെ ഞാൻ നാഗവല്ലിയായി സംസാരിക്കുന്നു എന്നൊക്കെ പറയും പോലെ അതൊക്കെ നമ്മൾ മാറ്റുമ്പോൾ നമ്മളെ തിരിച്ചടിക്കുമോ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വരുന്ന കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് വെട്ടുകർമ്മോ അതൊക്കെ ചെയ്തിട്ട് മഹാദേവ എനർജിയിൽ ഈ പന്തമൊന്നും കൊളുത്താറ് തന്നെ അത് ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സാണ്. ഞാൻ ഒന്നിനും തള്ളി പറയുന്നില്ല. അത് അവരുടേതായ രീതികൾ. ഇപ്പം നമ്മൾ ബോംബെ പോകണമെങ്കിൽ നടന്നു പോവും, ട്രെയിനിൽ പോവും, ബസ്സിൽ പോവും. ഇത് ഫാസ്റ്റ്. പക്ഷെ എത്തുന്നത് ഒരു റിസൾട്ടിന് വേണ്ടിയാണ്. നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഈ ബ്ലാക്ക് മാജിക് എനർജി മാറ്റി അവിടെ ഒരു വൈറ്റ് എനർജി കൊണ്ടുവന്ന് അവരെ സംരക്ഷിച്ച്, അതിനാണ് പ്രൊട്ടക്ഷൻ, ഒരു കവചം ക്രിയേറ്റ് ചെയ്ത് അവർ ആ ഒരു കവചത്തിൽ ഇരുത്തി അവർ പ്രോഗ്രാം ചെയ്ത് മാനിഫെസ്റ്റ്. ഇതിനെ വൈറ്റ് മാജിക് എന്ന് പറയാമോ? അതാണ് വൈറ്റ് മാജിക്. ഈ ബ്ലാക്കിന് മാറ്റുന്നതാണല്ലോ വൈറ്റ് മാജിക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ചില ക്യാൻസർ നമ്മൾ വരുമ്പോഴത്തേക്കും വേറൊരു ഇതിനെ നശിപ്പിക്കുന്ന വേറൊരു തരം അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് അതിനെ നശിപ്പിച്ച് കളയും. അതുപോലെയാണ് ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണോ? അതുപോലെ തന്നെയാണ്. നമുക്കതിനെ നീക്കം ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ഒന്നുണ്ട്, ചിലവരിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ചിലവരിൽ അത് അനുഭവിക്കേണ്ട ഒരു യോഗമുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം, ഒരു റിലാക്സേഷനിലേക്ക് കൊണ്ടുവരാം, എല്ലാം ചെയ്യാൻ പറ്റും. ഈ കുടുംബം ആകുമ്പോഴൊക്കെയാണ് ഇത്തരം എനർജികൾ. കുടുംബം ഇപ്പം നല്ലൊരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി കാണുന്ന ചിലവർക്ക് ആ ഒരു തകർക്കണം എന്നൊരാഗ്രഹം അവർ ചെയ്യും, അത് സംഭവിക്കും. പിന്നെ അവരുടെയൊക്കെ എൻ്റെ എക്സ്പീരിയൻസ്, അവരുടെയൊക്കെ സമയം നല്ലത് കറക്റ്റ് ആണെങ്കിൽ ഇതൊന്നും എഫക്റ്റ് ആവില്ല. അല്ല, ഒരുപാട് ആളുകൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ
എന്താണ് മണിച്ചിത്രത്താഴിലെ ഇതുപോലെ നാഗവല്ലിയുടെ നാഗവല്ലി പോലത്തെ അങ്ങനെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം. ചെറിയ 12 വയസ്സായ പെൺകുട്ടിയായിരുന്നു വന്നത്. അത് ഈ ഒരു എനർജി വരുമ്പോൾ ഒരു സ്വഭാവം തന്നെ മാറും. ഒരു 50-60 വയസ്സ് വരെയുള്ള ഒരു മുത്തശ്ശി എന്ന രീതിയിലേക്ക് സ്വഭാവം മാറുന്നു, പിന്നെ വയലൻ്റ് ആവുന്നു, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സോളിനെ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് സോളിനെ നമ്മുടെ ഭാഷയിൽ അതിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിനെ അവിടെ മാറ്റിയപ്പോൾ തന്നെ ആ കുട്ടി നോർമൽ അവസ്ഥയിലേക്ക് വന്നു. അത് ഒരു പ്രാവശ്യം ഞാൻ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് 2-3 പ്രാവശ്യം 2-3 സെഷനിൽ വേണ്ടി വന്നു. കാരണം അത്രമാത്രം അത് കണക്റ്റഡ് ആയിരുന്നു. ആ ഒരു കുട്ടിനെ കൊണ്ടുപോകേണ്ട മൈൻഡിലേക്ക്, കൊണ്ടുപോകേണ്ട ലെവലിലേക്ക് വരെ അത് അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പം ഇപ്പം സൈക്കാട്രി ആ ലെവലിലും കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ഇത്തരം ബാധാദോഷങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം അവർ ഒരിക്കലും മനഃശാസ്ത്രപരമായി ചിന്തിക്കുന്നവരാരും സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഇതും കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ആ തലത്തിൽ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യും? നമുക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അവർ വരുന്ന അവരുടെ വിഷമത്തെ, അവരുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് വേണ്ടത്. തർക്കമല്ല. കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. നമുക്ക് നടത്തി കൊടുക്കുക, അവരിനെ സഹായിക്കുക എന്നുള്ളതാണ്. മറ്റു എല്ലാവിടെയും പോയി ശരിയാവാതെ വരുന്ന കേസ്, അവിടെ നമ്മൾ അതിനെ പല തോട്ട്സിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അതിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ഒരു സംശയമാണ്, ഈ മന്ത്രവാദ കളമങ്ങളൊക്കെ ഒരുക്കി ഒരുപാട് കാശ് അതിന് വേണ്ടി ചിലവാകുന്നുണ്ട്. ഇപ്പം കോഴി അങ്ങനെയുള്ള ബലികൾ കൊടുക്കാറുണ്ട് പലരും, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അത് നമ്മൾ അങ്ങോട്ട് പോകും തോറും അത് വരും. എന്നാൽ ഇതിലൊക്കെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ബാധ പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെ ചോര കണ്ടാലേ പോവുള്ളൂ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്ക് മണിച്ചിത്രത്താഴിന് പോവാം. അതിൽ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം, ആ ഒരു എനർജി ഫോം കറക്റ്റ് ചെയ്യണം. ആ ഒരു എനർജി ഫോമിലാണ് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. അവർ മനസ്സിലത് അടിയുറച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം. അപ്പോൾ ആ ഒരു സംഭവം വരുമ്പോൾ ഓട്ടോമാറ്റിക് അപ്പോൾ എനിക്ക് ഇത്തരമുള്ള കളങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ എന്നുള്ള നമ്മുടെ ഉള്ളിൽ അടിയുറച്ച്, നമ്മളൊരു ട്രഡീഷനായിട്ട് നമ്മുടെ ഉള്ളിൽ ചിന്തയിലാണ് ഇങ്ങനെയൊക്കെ പൂജകൾ നടന്നാലേ അത് പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സെറ്റ് ബ്രേക്ക് ചെയ്യാം, പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് അല്ല, ഞാൻ തെറ്റോ ശരിയെന്നല്ല. അപ്പം ഇത്രയും ഈസി ആയിട്ടുള്ളൊരു വേ അങ്ങ് പറയുന്നുണ്ട്. അപ്പം ഇത് കണ്ടു നിൽക്കുന്നവർ വിചാരിക്കില്ല, ഇതെന്തോ ബാധ ഒഴിപ്പില് ഇതൊന്നും കാണാനില്ലല്ലോ ഇതിനകത്ത്. അറ്റ്ലീസ്റ്റ് നമ്മൾ നോർത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ അവിടെ ചെയ്യുന്നത് ഈ രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. വെളിയിൽ കേരളത്തിൽ ചെയ്യുന്ന ആളുകൾ ഇതാണ്, ഈ രീതിയിലേക്കാണ് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇപ്പം അങ്ങേ വിളിക്കുന്ന സമയത്ത് അങ്ങ് ഇതൊന്നും ചെയ്യില്ലല്ലോ. അല്ല, ഞാൻ പൂജാ കർമ്മങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് അത് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് റിസൾട്ട് ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഈ പറഞ്ഞ സെറ്റപ്പ് ഒന്നും ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. വേറൊരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിൽ അങ്ങ് പറഞ്ഞ ട്രഡീഷൻ, വടക്കേ ഇന്ത്യയിൽ പോകുമ്പോഴത്തേക്ക് ഇത്തരം കളങ്ങളും പൂജകളൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. അല്ല, അവിടെ വേറെ രീതിയാണ്. ഞാൻ പറഞ്ഞത് കേരളം, നമ്മൾ ഇന്ത്യക്ക് പുറത്ത്, ടിബറ്റ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ, ഇന്തോനേഷ്യ, ടിബറ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഞാൻ എളുപ്പമുള്ളതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ്, ഇതൊക്കെ ഒരുപാട് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അല്ല, ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ വേറെ ശൈലിയാണോ? അങ്ങോട്ടൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ രീതികളാണ്. പക്ഷെ നമ്മളത് സിമ്പിളായിട്ട് അയാളുടെ ഒരു സീനൊന്നും സൃഷ്ടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചൂരൽ പ്രയോഗം അങ്ങ് നടത്തിയില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരാളെ വേദനിപ്പിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് അത് വേറെ. ഞാൻ പറഞ്ഞത് അവർ ചെയ്യുന്ന രീതി വേറെയാണ്. അവർ ചെയ്യുന്ന രീതി ചൂരൽ പ്രയോഗം, പിന്നെ ബലികൾ, പല രീതികളിലൂടെയാണ് അവർ ചെയ്യുന്നത്. റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി. ഞാനത് അല്ല, തെറ്റല്ല പറഞ്ഞു. ഈ അടിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ളൊരു അടിക്കുന്നത് ശരിക്കും ആക്ച്വലി ഒരു ശരീരത്തിൽ അടിക്കേണ്ട കാര്യമില്ല. അത് എനർജി ബോഡിയിലാണ് അടിക്കേണ്ടത്. ഫിസിക്കൽ ബോഡിയുടെ പുറത്താണ് എനർജി ബോഡി. അപ്പോൾ എനർജി ബോഡിയിലാണ് ശരിയായ ആളുകൾ അടിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും ശരീരത്തിൽ ടച്ച് ചെയ്തിട്ടല്ല അടിക്കുക, ശരീരത്തിന് പുറത്താണ് അടിക്കുക. പുറത്തടിച്ചാൽ എനർജി ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കാൻ പറ്റും. അപ്പോൾ അത് മാറും വെച്ചാൽ എന്തായാലും ഒരു എനർജിയാണല്ലോ, ഒരു വൈബ്രേഷൻ ആണല്ലോ അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങ് നമ്മൾ ബലിയുടെ അതിപ്പോൾ ആ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുമെന്നാണ് അങ്ങ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ തമിഴ്നാടുകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബലി ഇപ്പോഴും ഉണ്ട്. മൃഗബലി ഇപ്പോഴും ഉണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ബലികൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ട്? ഇപ്പം ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്, ഞാൻ രാഷ്ട്രീയത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അത്തരം ഉന്നത സ്ഥാനങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ പോലും അതിന് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു കാരണം കൂടി മാത്രമല്ല, അതിന് ഏബിളും എല്ലാം കൂടി വന്ന് ഒത്തുചേരുമ്പോഴാണ് നടക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കുറേ കോഴിനെ കൊന്നു അല്ലെങ്കിൽ ആടിനെ കൊന്നുകൊണ്ടൊന്നും ഞാൻ മുഖ്യമന്ത്രി ആവാനോ പ്രധാനമന്ത്രി ആവാനോ എന്നെ കൊണ്ട് പറ്റില്ല. മീൻസ് ആ ഒരു എനർജി ഫോം 90% ആ ഒരു 10% ഇനി അതിൻ്റെ ഒരു കുറവ് എന്നുള്ള രീതിയിലേക്ക് ആകുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് സക്സസ് ആവാറുണ്ട്. അതുകൊണ്ടാണല്ലോ പലരും ഇത്രയും കൊടുത്ത് ചെയ്യുന്നത്. റിസൾട്ട് ഉണ്ട്, പക്ഷെ അത് ആ ഒരു ജീവനം എടുത്തിട്ട് വേണോ ഇനി ഒരു അതല്ല. നമ്മൾ ആ കൺസെപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്ക് കൊണ്ടുവരും.
കാരണം ഇപ്പം നമ്മൾ കൊന്നില്ലെങ്കിൽ വേറൊരാൾ കൊല്ലും. അതൊരു സോളിൻ്റെ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിലേക്ക് അത് ഈ ടൈം അത് തികയാതെ വരുന്നത് അതൊരു ശരിക്കും ഒരു ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല അത് ആഴത്തിൽ അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസൾട്ട് ഉണ്ട്. അത് ശരിയായ തലത്തിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് റിസൾട്ട് കൊടുക്കാനും പറ്റില്ല. ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ തമിഴ്നാട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരം രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം അതിനെ തന്നെ അവർ കറി വെച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെ വിളമ്പുകയും ചെയ്യുന്നുണ്ട്. അല്ല, അതിൽ ഞാൻ പറഞ്ഞില്ല, അതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയുണ്ട്, തെറ്റുണ്ട്, കുറേ കാര്യങ്ങൾ അതിന്. നമ്മൾ നാളികേരം ഒഴിഞ്ഞടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗണപതി കൂലിക്കൊണ്ട് നമ്മൾ വിഘ്നങ്ങളെ തീർക്കാനോ എൻ്റെ ദോഷങ്ങൾ തീർക്കാൻ ഞാൻ അടിക്കുന്നു, തൊട്ടപ്പുറത്തേന് അത് കീറിയിട്ട് കഴിക്കാൻ കൊടുക്കുന്നു. ഇത് നമ്മളെ ബാധിക്കുമോ? ഈ ഒരാളുടെ ദുരിതമായിരിക്കുമല്ലോ തലക്കുഴിഞ്ഞടിക്കുന്നത്. ഈ ബലിയാണെന്നല്ല, അതാണല്ലോ സംഭവം. അല്ല, എൻ്റെ അറിവനുസരിച്ച് അത് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ഇപ്പുറത്ത് അവർ പ്രസാദം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ്. ചിലവർ അതിനെ നല്ല രീതിയിൽ അത് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്ത് എനർജിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ തേങ്ങ അടിച്ച് പൊടിക്കുമ്പോൾ ഇതങ്ങ് പോവുകയല്ലേ, പൊട്ടിത്തെറിച്ചില്ല. ഇതുകൊണ്ട് തന്നെ ഇത് തന്നെ ഉണക്കി ആട്ടി എണ്ണയാക്കി ആ എണ്ണേനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതെങ്ങനെ അറിയും തിരിച്ച്? ഇതിപ്പം വെളിച്ചെണ്ണ വാങ്ങിക്കാനാണ് കടയിൽ പോകുമ്പോൾ അവിടെ എണ്ണയുണ്ട്, അത് ഇങ്ങനത്തെ എണ്ണയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് എൻ്റെ ചിന്തകൾ. ഇതെല്ലാം അറിയാനൊക്കെ പറ്റും നമുക്ക്. ഇതിനാണ് നമുക്ക് സ്കാനിങ് വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മുടെ കൈകൊണ്ട് തോട്ട് കൊണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്കത് മനസ്സിലാക്കാം, പോസിറ്റീവാണോ നെഗറ്റീവാണോ, അങ്ങനെ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യാം. തീർച്ചയായിട്ടും എനിക്ക് അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. കാര്യം നമ്മളൊരു പലവ്യഞ്ജന കടയിൽ പോയി, ഇല്ലെങ്കിൽ പോയി അവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു. അല്ല, അത് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്ത് നോക്കിയും പറയാൻ പറ്റും. അപ്പോൾ ഈ ഒറിജിനൽ എന്ന് വെച്ചാൽ ഇതേപോലുള്ള കർമ്മങ്ങൾ ചെയ്ത്, കർമ്മത്തിന്റെ മാത്രമല്ല, ഇത് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ വേറെ സംഭവങ്ങൾ, ഇത് മാത്രമല്ലല്ലോ. ഇത് മാത്രമല്ല, അതിനകത്ത് വേറെ എന്തെങ്കിലും കൊണ്ടോന്ന് വരും നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതായത് പെട്രോളിയം പ്രൊഡക്റ്റുകൾ ഇതിൽ മിക്സ് ചെയ്തിട്ട്, ഫ്ലേവർ മിക്സ് ചെയ്തിട്ട്, അങ്ങനെ പലതും നമുക്ക്, അതായത് സയന്റിഫിക് അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ അങ്ങയുടെ കയ്യിൽ കുറേ ടൂൾസുകൾ കണ്ടു. അതൊക്കെ എന്താണ്? അല്ല, ഒരുപാട് ടൂൾസ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് കാണിക്കാം. ഇത് നമ്മൾ ബോധിധർമ്മ സൂത്ര, ബോധിധർമ്മനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോധിധർമ്മൻ ബുദ്ധൻ്റെ ആ ഒരു പരമ്പരയിൽ വരുന്നതിൽ തന്നെ വരുന്ന ആളാണ് ബോധിധർമ്മ മഹാഗുരു. ചൈനയിൽ പോയ നമ്മുടെ ഗുരു, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ പരമ്പരയിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അദ്ദേഹം ചിന്ത കൊണ്ടാണ് ആളുകളെ, നിങ്ങൾ ആ ഒരു സൂര്യയുടെ ഒരു ഫിലിം ആറാം അറിവ് എന്നൊക്കെ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പം അതേപോലെ ഇത് ബോധിധർമ്മ കവചം എന്ന് പറയും. 4 തലകൾ, ഒരു കത്തി പോലെ നമ്മൾ എനർജി ഫോംസിനെ നേരത്തെ പറഞ്ഞ പോലെ ഡേർട്ടി എനർജി, രോഗത്തിൻ്റെ ഊർജ്ജം, നെഗറ്റീവ് പ്രോഗ്രാമുകൾ, പ്രേതം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനെയുള്ള എനർജികളെ നമ്മൾ സ്പർശിക്കുകയും കൂടി ചെയ്യാതെ എടുത്ത് നമ്മൾ ടൂത്ത് പിക്ക് പോലെ എടുത്ത് കളയുന്ന രീതിയാണത് കവചം. ഇത് നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീൽ ചെയ്യും. ഒരാൾ അയാളുടെ ഫോട്ടോ കണ്ടാൽ, അല്ലെങ്കിൽ അയാളുടെ ഓൺലൈനിൽ തന്നെ നേരിട്ട് കണ്ടിട്ടും അയാളുടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉള്ള ആളിനെ നമുക്കത് സ്കാൻ ചെയ്ത് അറിയാൻ പറ്റും. അതിനെ നീക്കം ചെയ്യാൻ ഈ പറഞ്ഞ ടൂളുകളൊക്കെ കൊണ്ടിച്ചു. അതായത് ആളുടെ പ്രസൻസ് വേണ്ട, ആളുടെ ഫോട്ടോ വെച്ച് നമുക്ക് ചെയ്യാം. ഫോട്ടോ വെച്ച് പെർമിഷനോട് ചെയ്യാം, വിത്തൗട്ട് പെർമിഷനോട് കൂടി നമുക്ക് ചെയ്യാം. അല്ല, ഞാൻ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിപ്പം ഫുൾ സൈസ് ഫോട്ടോ വേണ്ടി വരും? ഫുൾ സൈസ് കിട്ടിയത് നന്നായിരിക്കും. കാരണം റീസെന്റ് ആയ ഫോട്ടോ, ഏറ്റവും അടുത്തുള്ള, അതായത് സെൽഫി എടുത്തിട്ട് അയച്ചാൽ മതി. സെൽഫി ഫുള്ള് വേറെ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാലോ. അപ്പോൾ ഇതെങ്ങനെ ഇത് ഒരു ഫോട്ടോ? അല്ല, നമ്മൾ ചെക്ക് ചെയ്യുന്നത് അയാളുടെ ഫിസിക്കൽ ബോഡിയല്ല, എനർജി ബോഡിയാണ്. അയാളുടെ ഓറ, അയാളുടെ ചക്രങ്ങളുടെ അവസ്ഥ, അത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ നമ്മൾ ഇപ്പം ക്രില്ലിയൻ ക്യാമറയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി, അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഓറയൊക്കെ കാണുന്നത്. സാധാരണ എൻ്റെ ഈ മൊബൈലിലൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അങ്ങേക്ക് അയച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് ഇത് എങ്ങനെ കാണാൻ പറ്റും? അല്ല, നമ്മൾ കാണുന്നതല്ല, 2 രീതിയുണ്ട്. നമ്മൾ സ്ഥിരമായി റെഗുലറായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിനുള്ള പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ESP ട്രെയിനിങ് കൊടുക്കുന്നത്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, അതേപോലെ ക്ലിയർ വോയിൻസ്, ക്ലിയർ ഓഡിയൻസ്, അത് കേൾക്കാൻ പറ്റും. ഒരു പേഷ്യൻ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് പോകുമ്പോൾ അയാളുടെ രോഗങ്ങൾ, പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ ഗുരുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഈസിയാണ്. കാരണം ഇതിൽ എന്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഗുരുവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം. ആ ഗുരുവായിട്ടുള്ള ഇവിടെ നമ്മൾ ഗുരുവിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശിഷ്യന്മാർക്ക്. ഇപ്പോൾ മഹാദേവ ഖണ്ഡം എന്ന് പറഞ്ഞാൽ ആ ഊർജ്ജത്തെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരികയാണ്. പിന്നെന്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്തിനാണ് താല്പര്യം? മണി ഇഷ്യൂസ് ആണെങ്കിൽ മണി ഇഷ്യൂസ്, മണി ബ്ലോക്ക് എടുത്ത് കളയാൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ അത്, നിങ്ങളുടെ എയിൽമെൻറ്റ്, ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങളാണെങ്കിൽ
നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അതിൻ്റെ ബ്ലോക്ക്സ്, നിങ്ങളുടെ വീടുമായി സംബന്ധിച്ച് വാസ്തു ബ്ലോക്കുകൾ, ഗ്രഹസംബന്ധമായ ബ്ലോക്കുകൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ശോഭിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ സക്സസ് ആവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നു, നമ്മൾ പിക്ക് ചെയ്യും പോലെ അല്ലേ, എടുത്ത് കളയാണ് നെഗറ്റീവ് എനർജി. നമ്മൾ 7 ചക്രങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ട് 7 ചക്രങ്ങളിലുള്ള പ്രശ്നത്തെ സ്കാൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് അതിന് ആള് വരണമെന്ന് പോലും ഇല്ല. അത് വിദേശത്തായിരുന്നാലും ശരി, എവിടെ ഇരുന്നാലും, അമേരിക്കയിലായാലും ശരി, എവിടെയാണെങ്കിലും, ഇസ്രായേലായിരുന്നാലും ശരി, എവിടെ ഇരുന്ന് വേണം ചെയ്യാം, നമുക്കത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇത് ബുദ്ധിസ്റ്റ് ലാമമാർ ചെയ്യുന്ന ഡോർജ സിസ്റ്റം ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബുദ്ധമന്ത്രം ഇങ്ങനെയാണ് പിടിക്കുന്നത് അല്ലേ. ഇത് ഇതിന്റെ ചെറിയ ഫോമാണ്, വലുതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ജസ്റ്റ് നമ്മൾ പഞ്ചഭൂതങ്ങൾ അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം, ഈ തത്വങ്ങളെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളത് ഹീൽ ചെയ്യണം. അവരുടെ ചക്രങ്ങൾ അതിൽ എനർജീസ് കൊടുക്കണം. നമ്മളിതിൽ എനർജി പൂർണ്ണമായി കൊടുത്ത് ഈ എനർജി ഉപയോഗിച്ച് ഹീൽ ചെയ്ത് ഇതെന്ത് ലോഹമാണ്? ഇത് പഞ്ചലോഹമാണ്. പഞ്ചലോഹം രണ്ടും അത് തന്നെയാണ്. അത് തന്നെയാണ്, രണ്ടും അത് തന്നെയാണ്. ഇത് എവിടെ നിന്നാണ് അങ്ങ് ഇത് ടിബറ്റ് നോർത്ത് ഇന്ത്യ. അവിടെ നിന്ന് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് അവിടെയുണ്ട്. അപ്പോൾ അവർ ഇതൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യിക്കുന്നതാണ്. അതായത് ബോധധർമ്മ സൂത്ര എന്ന കോഴ്സുണ്ട്, ബോധധർമ്മ 2.0, അത് ഗ്രാൻഡ് മാസ്റ്റർ കോഴ്സാണ്. ഗ്രാൻഡ് മാസ്റ്റർ കോഴ്സിലാണ് ഇതിൻ്റെ ട്രെയിനിങ് സെഷനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അത് ഗ്രാൻഡ് മാസ്റ്റർ ആകുമ്പോൾ മാസ്റ്ററുടെ മാസ്റ്ററാണ് ഗ്രാൻഡ് മാസ്റ്റർ. മനസ്സിലായി. അപ്പോൾ അവർ ഇതെല്ലാം ചെയ്ത് പഠിക്കണം. ഒരു നെഗറ്റീവ് എനർജി എങ്ങനെ കളയാം, എങ്ങനെ മനസ്സിലാക്കാം, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. കാരണം അവർ നമ്മളിലേക്ക് ബാധിക്കാൻ പറ്റില്ലല്ലോ ഈ നെഗറ്റീവ് ഫോഴ്സ്. അപ്പോൾ അത് ബാധ അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് നമ്മളിലേക്ക് വരാതിരിക്കാനും വന്നതിനെ കളയാനും നമ്മൾ സെൽഫായിട്ട് കളയണം, സ്വയം ശുദ്ധീകരിക്കണം, തീർച്ചയായും ചെയ്തുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം മറ്റൊരാളെയും നമുക്ക് ഹീൽ ചെയ്യാനും മറ്റൊരാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനും നമ്മൾ പാകത്തിലേക്ക്, അത് മാസ്റ്റർ ലെവൽ, ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ, മഹാഗുരു ലെവലിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങും. അങ്ങിപ്പോൾ ഒരു മഹാഗുരു ലെവലിൽ നിൽക്കുകയാണ്, അങ്ങനെ ഒരുപാട് ഡിവോട്ടീസ് എന്നുള്ള സങ്കല്പം ഉണ്ടോ? ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഡിവോട്ടീസ് എന്നോ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യഗണങ്ങളെന്നോ അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഞാൻ ശിഷ്യന്മാരനെ ആ ഒരു തലത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മഹാഗുരു കോൺസെപ്റ്റ് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റിംഗ് ഞങ്ങൾ ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ മാസത്തിൽ പൗർണമി, അമാവാസി ദിവസങ്ങളിൽ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു റിസോർട്ട് തന്നെ നമുക്കുണ്ട്. അവിടെ എന്താണ് ഈ അവിടെ എന്താ വെച്ചാൽ പൗർണമി, അമാവാസി ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ കർമ്മദോഷം, പിതൃദോഷം, മാതൃദോഷം, ഗ്രഹദോഷം അങ്ങനെയുള്ളത് ഇവിടെ വന്ന് ബീച്ചിൽ വന്ന് കടലിൽ കുളിച്ച് ശുദ്ധിയായി പിന്നെ വന്ന് ഹീലിംഗിലേക്ക് പ്രോസസ്സിലേക്ക് പോകും. കടൽ കുളി എന്ന് വെച്ചാൽ ഉപ്പുവെള്ളത്തിൽ ശുദ്ധീകരണ പ്രോസസ്സും കൂടിയാണ്. ഒരു 1 ഡേ പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ 1 ഡേ ടീച്ചിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡേ ദിവസം കൂടെ അവർ പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അവർ വിത്തിൻ 12 hours അവർ ആ തലത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ബേസിക് ലെവല്, മാസ്റ്റർ ലെവല്, ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും അവരെ ലൈഫ് ലോങ് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. അതിൽ ബാക്കിയുള്ള കോഴ്സുകൾക്കൊക്കെ എത്ര ദിവസങ്ങളാണ്? അല്ല, കോഴ്സുകൾ നമ്മുടെ ഡെയിലി 365 days ഫ്രീ മെഡിറ്റേഷൻ ഉണ്ട്. ഡെയിലി 9 മണി to 9:30 അല്ലെങ്കിൽ 10 മണി വരെ അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് റെഗുലറായിട്ട് നടത്തുന്നുണ്ട്. അതിൽ ആർക്കും പങ്കെടുക്കാം. അപ്പോൾ ഇതിനൊരു റിസർച്ച് ടീം ഉണ്ടോ? അങ്ങേക്ക് ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ ഒരുപാട് പേര് ഇതിനു വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. സാധാരണ ഞാൻ ഇപ്പം ഇത് കൂടുതൽ നമുക്ക് പഠന വിധേയമാക്കുമ്പോഴാണല്ലോ അതിനൊരു ശാസ്ത്രീയത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനൊരു ശാസ്ത്രീയത എന്നുള്ള രീതിയിലാണോ ഇവരെല്ലാം പറയുന്നത് വെച്ചാൽ, ഓക്കെ, ഇതിന് നമ്മൾ റിസൾട്ട്, ഇപ്പോൾ ഒരു പനി വന്നു, മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, ആ മരുന്ന് കഴിച്ചു, റിസൾട്ട് ഉണ്ട്, റൈറ്റ്? അത് സയൻസാണ്. ആ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കിലൂടെ തന്നെ റിസൾട്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? മൈൻഡും സോളും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഇതാണ്. ഇതെല്ലാവരും പഠിക്കുന്നുണ്ട്. ഇതിപ്പോൾ സയൻസ് ആണോ സയൻസ് അല്ലേ എന്ന് വെച്ചാൽ ഇത് പ്രാക്ടിക്കൽ സെഷനാണ്. ആര് പ്രാക്ടീസ് ചെയ്താലും റിസൾട്ട് ഉണ്ടാക്കിയത്.